നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജ്യത്തെ കോവിഡ് പരിശോധനകളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദിനംപ്രതി ശരാശരി 24% ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അധികൃതർ. വരും ദിവസങ്ങളിൽ ഈ നിരക്ക് ഉയരാനും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഡിസീസ് കൺട്രോളർ വിഭാഗം ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈഫ് അൽ അബ്രി പറഞ്ഞു. ഒമാൻ ടെലിവിഷനോടാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സാധാരണയായി തിങ്കളാഴ്ച ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ഉയരാറാണ് പതിവ്. ഭൂരിപക്ഷം സ്വകാര്യ ആശുപത്രികളിലും വാരാന്ത്യത്തിൽ പരിശോധനകൾ നടക്കാറുമില്ല. കുവൈറ്റിൽ ഇന്ന് 666 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 56,774 ഉയർന്നു. 421 സ്വദേശികൾക്കും 245 പ്രവാസികൾക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറുകൾക്കുള്ളിൽ 805 പേർ രോഗമുക്തി നേടി. ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 396 ഉയർന്നു. അൽ അഹമ്മദി പ്രദേശത്ത് 199 പേർക്കും, അൽ ജഹ്റ പ്രദേശത്ത് 145 പേർക്കും, അൽ ഫർവാനിയ പ്രദേശത്ത് 121 പേർക്കും, ക്യാപിറ്റൽ പ്രദേശത്ത് 108 പേർക്കും, ഹവലി പ്രദേശത്ത് 93 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. UAE-യിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഫെഡറൽ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റിയുടെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതർ. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാകില്ല. എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നുള്ള PCR പരിശോധനയും PCR പരിശോധനാ സർട്ടിഫിക്കറ്റും ഉള്ളവരെ മാത്രമേ UAE-യിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് ICA വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഖാമിസ് അൽ കാബി പറഞ്ഞു. കുവൈറ്റിൽ ജുമുഅ നമസ്കാരം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി പള്ളികൾ അണുവിമുക്തമാക്കുന്ന നടപടി തുടർന്നു വരികയാണ്. പള്ളികളിൽ എത്തുമ്പോൾ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സ്വയം നിയന്ത്രണങ്ങൾ പുലർത്തണമെന്നും ഔഖാഫ് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വെള്ളിയാഴ്ച മുതലാണ് ജുമുഅ പ്രാർത്ഥന പുനരാരംഭിക്കുന്നത്. കർശന നിയന്ത്രണങ്ങളോടെയാണ് രാജ്യത്ത് ജുമുഅ നമസ്കാരം പുനരാരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി പള്ളികളിലെ അണുനശീകരണ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന് ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. ജനസാന്ദ്രതയേറിയ ഭാഗങ്ങളിലും വൈറസ് വ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിലും ആദ്യഘട്ടത്തിൽ ജുമുഅ ഉണ്ടാവില്ല. UAE മന്ത്രിസഭാംഗങ്ങൾ ചുമതലയേറ്റു. കോവിഡ് പ്രതിസന്ധി മുൻനിർത്തി വെർച്വൽ യോഗത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കഴിഞ്ഞ ദിവസം പുനഃസംഘടിപ്പിച്ച UAE മന്ത്രിസഭയിലെ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകിയിരുന്നു. UAE കോൺസുലേറ്റ് ബാഗ് സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദിന് ജാമ്യമില്ലാ വാറന്റ്. പിടികൂടാൻ ഇന്റർപോൾ സഹായം തേടും. സന്ദീപിന്റെ ബാഗ് നാളെ പരിശോധിക്കുന്നതായിരിക്കും. നിർണായക തെളിവുണ്ടെന്ന് NIA വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മൂവാറ്റുപുഴക്കാരൻ ജലാൽ ഉൾപ്പെടെ 3 പേർ കൂടി ഇന്ന് കസ്റ്റംസ് പിടിയിലായി. റിമാൻഡിൽ കഴിയുന്ന റമീസിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയവരാണ് 3 പേരും. ഇതിൽ ജലാൽ മുൻപും സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടയാളാണ്. 2 വർഷം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളം വഴി 5 കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് ജലാൽ. വ്യോമയാന മേഖലയുടെ ജീവനാഡിയായ വ്യോമയാന സുരക്ഷാ വകുപ്പിൽ കൂട്ടരാജ്യ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചേക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വകുപ്പിലെ 6 ജീവനക്കാർ രാജിക്കത്ത് സമർപ്പിച്ചത്. വകുപ്പിലെ ജീവനക്കാർക്കെതിരെ ഗൂഢാലോചനയും പകപോക്കലും ദുഷ്ടലാക്കോടെയുള്ള പെരുമാറ്റവും കാരണമാണ് രാജിയെന്നാണ് ഇവർ പറയുന്നത്. ആയതിനാൽ മേൽനോട്ട ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിലുള്ള ഉന്നത കൂട്ടായ്മയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം കോൺസുലർ സേവനങ്ങൾ ആരംഭിച്ചു. ICBF-ന്റെ തുമാമയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും സേവനങ്ങൾ ലഭ്യമാകുക. നവജാത ശിശുക്കൾക്ക് പുതിയ പാസ്പോർട്ട്, കുട്ടികളുടെയും മുതിർന്നവരുടെയും പാസ്പോർട്ട് പുതുക്കൽ തുടങ്ങിയവയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകൾ സമർപ്പിക്കാൻ https://get-appointment.icbf.qatar.org. എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കണം. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലിക്ക് ഈ വർഷത്തെ അബുദാബി സസ്റ്റൈനബിലിറ്റി ലീഡർ പുരസ്കാരം. അബുദാബി പരിസ്ഥിതി വകുപ്പിന് കീഴിലെ അബുദാബി സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പാണ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സുസ്ഥിരതയുടെ മികച്ചതും നൂതനവുമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതും സുസ്ഥിര മാനേജ്മെന്റ് നടപടികളുടെ പ്രയോജനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പുരസ്കാരം ലഭിച്ച അറബ് പൗരൻ
പൗരനല്ലാത്ത ഏക വ്യക്തിയും യൂസഫ് അലിയാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിലെ ഷൈമ അൽ മസ്രൂയി, അബുദാബി പോർട്ട്, അബുദാബി നാഷണൽ എക്സിബിഷൻ കമ്പനി, ഡോൾഫിൻ എനർജി, ബോറോക്ക് തുടങ്ങിയവയാണ് മറ്റ് ജേതാക്കൾ. മക്കയ്ക്കടുത്ത് ജുമൂമിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. ചാലക്കുടി ബാംബ്ര ഇറയൻകുടി സ്വദേശി കൈനിക്കര ബിനോജ് കുമാറാണ് മരിച്ചത്. അൽ ഷുഐബ റോഡിൽ 5 സ്റ്റാർ പെട്രോൾ സ്റ്റേഷന് സമീപം ഇദ്ദേഹം ഓടിച്ചിരുന്ന ട്രക്ക് മറ്റൊരു വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീപിടുത്തമുണ്ടാവുകയും അതിൽപ്പെട്ട് സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരണം സംഭവിക്കുകയും ഉണ്ടായി. അപകടത്തിൽ മറ്റ് 2 പേർ കൂടി മരിച്ചിട്ടുണ്ടെങ്കിലും അവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തതയില്ല. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേർ മക്ക അൽനൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.